നമസ്കാരം. നമ്മളുടെ എല്ലാ വീഡിയോകളും സാധാരണ ഒന്നീ നാട്ടിലെ തെമ്മാടികളെ പറ്റിയിട്ട്, അല്ലെ നാട്ടിലെ തെമ്മാടികളായിട്ടുള്ള രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളായിരിക്കാം. ഇന്ന് ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ എന്നെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതും വേണമല്ലോ ഇടയ്ക്ക്, ഇല്ലേ? പുട്ടുണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് അല്പം പീര വേണ്ടേ? ആ പീരയായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ കരുതും ഞാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലീസിന്റെ ഭീഷണി, കേസെടുക്കും എന്നുള്ള ഭീഷണി ആയിരിക്കാം. അല്ല, ഈ രാഷ്ട്രീയക്കാരുടെ ഭീഷണി. രാഷ്ട്രീയക്കാരുടെ ഭീഷണി കുറച്ചൊക്കെ ഉണ്ട്. അത് എല്ലാ പാർട്ടിക്കാരുടെയും ഉണ്ട്. കാര്യം ഞാൻ ഒരു പാർട്ടിക്കാരുടെയും ലേബൽ നെഞ്ചത്തൊട്ടിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് എല്ലാ പാർട്ടിക്കാരും, നിങ്ങളറിയണം, ഈ പറഞ്ഞ പോലീസ്, പിന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം അവരുടെ ജോലിക്കാരെ എൻ്റെ ചാനലിൽ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും അത് അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടും. അതൊക്കെ നല്ല കോമഡികളാണ്. പക്ഷേ നിങ്ങൾ കരുതി എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന്. എനിക്കങ്ങനെ ഒരു ഫീലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് വിഷയാധിഷ്ഠിതമായിട്ട് പറയുമ്പം അന്നേരം ചിലപ്പോൾ കുറച്ച് ശത്രുക്കൾ ഉണ്ടാകും. അത് ഇന്ന് ബി ജെ പിക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ബി ജെ പിക്കാർ ഇന്നോ 2 ദിവസമോ അവർ മനസ്സിൽ എന്നോട് വിദ്വേഷം വെക്കുന്നുണ്ടാകും. CPM പറ്റി ആകുമ്പോഴും അങ്ങനെ തന്നെ, കോൺഗ്രസിനെ പറ്റി ആകുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ ഒരു പാർട്ടിക്കും വേണ്ടി ഒരു വീഡിയോയും ഇന്ന് വരെ ചെയ്തിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ കഴിയും. ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ വ്യൂവേഴ്സ് ഇല്ലയോ, ഇതൊന്നും നമുക്ക് ബാധിക്കുന്ന വിഷയങ്ങളല്ല. കാര്യം നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഇന്നേ നിമിഷം വരെ നിങ്ങളോട് ഒറ്റ ഒരാളിനോട് പോലും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണേ കാണുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. അല്ലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കുറഞ്ഞോ, അല്ലെ വരുമാനം കൂടുതലാണോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. ചില സമയങ്ങളിൽ ചില ആൾക്കാർ വന്ന് ഇതിനകത്ത് വളരെ അവഹേളനപരമായിട്ടുള്ള ഡയലോഗുകൾ, എന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറയുമ്പോഴും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. വായിച്ചൊക്കെ നോക്കാറുണ്ട്. ചിലതൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതെന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് മറുപടി തരിക. എനിക്കത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എനിക്ക് വരുന്ന കല്യാണാലോചനകൾ, എനിക്കൊരല്പം ഗ്ലാമർ കൂടിപ്പോയത് എൻ്റെ കുഴപ്പമാണോ? പക്ഷേ എനിക്ക് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കെയർ ഓഫിലും ജസ്റ്റ് ഫേസ്ബുക്കിൻ്റെ കെയർ ഓഫിലും ഒക്കെ ഒരുപാട് കല്യാണാലോചനകളാണ് വരുന്നത്. അതെന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നിലുണ്ടെന്ന് കാണുന്നോണ്ടായിരിക്കും. എന്നിൽ അത്ര വലിയ കലാപുരുഷനൊന്നുമില്ല. എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നോട് ഇത്ര പ്രേമം തോന്നാനും എന്നോട് വിവാഹാഭ്യർത്ഥന നടത്താനും? എനിക്കത് മനസ്സിലാകുന്നില്ല. അത്ര വലിയ ഗ്ലാമർ ഒന്നും എനിക്കില്ല. ജസ്റ്റ് ഇച്ചിരി നിങ്ങളെക്കാട്ടിലൊക്കെ ശേഷം കൂടുതൽ കാണും എന്നുള്ളതേ ഉള്ളു. പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ സാധാരണ ഫേസ്ബുക്കിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുതൽ ഞാൻ അവിടെ കയറി നോക്കാറില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതും ചാനൽ മോണിറ്റൈസ് ചെയ്തേക്കുന്നത് കൊണ്ടാണ് അത് കയറി നോക്കുന്നത്. 5 മിനിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ മെസ്സഞ്ചറിൽ എനിക്ക് കല്യാണാലോചന വരും. ഞാൻ ഇതുവരെ ആരുടെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ സഹിക്കാൻ വയ്യാതായി കഴിഞ്ഞ് ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്ത് പറയാൻ തുടങ്ങും. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കരച്ചിലും വിഷമ കാര്യം ടീച്ചർ നാശകോടാരിയാക്കി തരിഞ്ഞ. ഇപ്പം യൂട്യൂബില് എൻ്റെ ചാനലിൽ അല്ലെ ഞാൻ അവതരിപ്പിക്കുന്ന വാർത്തകളിൽ, ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പ്രേരണ? എന്നെ കയറി പ്രേമിക്കാനും എനിക്ക് വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുവെക്കാനും. അത് മോശമാണ്. അഥവാ നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഓഫർ വെക്കുക. എന്ത് സ്ത്രീധനം തരും, എന്ത് സ്വർണം തരും, എന്ത് സ്വത്ത് തരും, എന്ത് ഭൂമി തരും എന്നൊക്കെയുള്ള
പ്രപ്പോസൽ ആദ്യം വെക്കുക. നിങ്ങളുടെ മോന്ത എനിക്ക് പിന്നെ കണ്ടാൽ മതി. മോന്തയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തരുന്നത് എന്ത്? നിങ്ങളുടെ ഓഫർ, ഏറ്റവും വലിയ ഓഫർ തരുന്ന ഒരാളുടെ കയറി ഞാൻ വിവാഹം കഴിക്കാം, ഞാൻ തയ്യാറാ. നിങ്ങൾ പിന്നെ പണ്ടേ തയ്യാറാണല്ലോ. അതുകൊണ്ട് ഇനിയും കല്യാണാലോചനയായിട്ട് വരുന്നവര് ആദ്യം ഓഫർ വെക്കുക, ഞങ്ങൾ ഇന്നത് തരാം എന്ന്. ആ ഓഫർ കണ്ടിട്ട് നമുക്ക് മുൻപോട്ട് പോവാം. അപ്പൊ ശരി.